ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈ അടുത്ത സമയത്ത് ഈ മീഡിയയിലൊക്കെ വളരെ വിവാദമായിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണല്ലോ നന്ദഗോവിന്ദ ഭജൻ. അപ്പം അത് ഒരു ക്ഷേത്രത്തില് ഭജൻസ് ചെയ്തിരുന്നതിനോടൊപ്പം തന്നെ ഒരു ക്രിസ്ത്യൻ സോങ് പാടി എന്നതിന്റെ പേരിലാണല്ലോ ഈ വിവാദം നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത്രമാത്രം ഇത് ആളിക്കത്താൻ മാത്രം പല സംഭവങ്ങളുണ്ടോ ഇതിന്റെ പിന്നിൽ? അതൊക്കെ ഇപ്പൊ നമ്മൾ ഓരോരുത്തരുടെ ഓരോ ചിന്താഗതിയാണ്, ഓരോരുത്തർ എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു എന്നുള്ളതിന്റെ ബേസിലാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. പക്ഷെ ഫസ്റ്റ് ഞാനൊരു കാര്യം പറയാം. ഈ ഭജൻസ് എന്ന് പറയുന്ന ഭജനം എന്ന് പറയുന്നത് ഈ ഗാനമേളയല്ല. ഗാനമേളയ്ക്കൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഭജനം എന്ന് പറയുമ്പോൾ അതൊരു അവർ ഭജനം നടത്തുകയാണ്. അവരെന്താ പറയുന്നത്, അത് ഒരു ഒരു അവരുടെ വളരെ ദൈവികമായ ഒരു ഒരു കാര്യമാണ്. അപ്പൊ അതിനകത്ത് മറ്റു മതക്കാരുടെ ഭജന അല്ലെങ്കിൽ അവരുടെ പാട്ടുകൾ വരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഹിന്ദുക്കൾക്ക് തോന്നുവാണെങ്കിൽ അവന് കുറ്റം പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അപ്പം പക്ഷെ അതിനെ കൈകാര്യം ചെയ്ത രീതിയാണ് ഇവിടെ പ്രശ്നമായി പോയത്. ഇത് ഇതിങ്ങനെ അതിൻ്റെ ഇത് പാടിയപ്പോഴത്തേക്ക് കുറെ ആൾക്കാര്, അതായത് ശശികല, മോഹൻദാസ്, അതുപോലെ ഈ പല ഹിന്ദു സംഘടനകളുടെയും തീവ്രവാദ ഹിന്ദു സംഘടനകളുടെയും അതുപോലെ ഈ ഹാർഡ് കോർ സംഘപരിവാർ ആൾക്കാരുടെയും ഹാർഡ് കോർ BJP-ക്കാരുടെയും ഒക്കെ ഒരു 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 ഔട്ട്ബേസ്റ്റ്. അതായത് ഇത് ക്രിസ്ത്യൻസിനെ അബ്യൂസ് ചെയ്യുക, അവരെ പിന്നെ മോഹൻദാസ് ഒക്കെ പറഞ്ഞത് ക്രിസ്ത്യാനികള് പിന്നെ ഹിന്ദുസിന്റെ ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെ കോപ്പി അടിക്കുക, ആ രീതിയിൽ. അതായത് ചിലർ പറഞ്ഞു ക്രിസ്ത്യൻസിന് ഇവിടെ അവർക്ക് ഒരു കൾച്ചർ, അവർക്ക് പാരമ്പര്യമില്ല, അവർക്ക് സിവിലൈസേഷൻ ഇല്ല, അവരുകൊണ്ടാണ് കോപ്പി അടിക്കുന്നത്. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞാൽ തോന്നും ഇത് ക്രിസ്ത്യൻസ് ആവശ്യപ്പെട്ടിട്ടാണ്, അല്ലെ അവർ നിർബന്ധിച്ചിട്ടാണ് ഇങ്ങനെ പാട്ട് പാടിയത്. മനസ്സിലായില്ല? അതല്ല. ഇവർക്ക് അത് തീർക്കണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ ഇങ്ങനെ ഇത് ചെയ്യാൻ പാടില്ല. അല്ലെ ഈ ഭജൻസ് പോലുള്ള ഭജൻസ് എന്ന് പറയുന്ന ഒരു ട്രൂപ്പാണ്, അതുപോലുള്ള വേറെ ട്രൂപ്പുകളോട് ഇങ്ങനെ ഭജനം ചെയ്യുന്ന സമയത്ത് മറ്റു മതക്കാരുടെയോ വല്ല ഹിന്ദു മതമായിട്ട് ബന്ധപ്പെട്ട അല്ലാത്ത ഇതൊന്നും പാടാൻ പാടില്ല, അല്ലെ ചെയ്യാൻ പാടില്ല എന്ന് അവര് തീരുമാനിക്കണം. ക്ഷേത്ര സമിതിയും ക്ഷേത്ര ഭാരവാഹികളും ഒക്കെ അത് തീരുമാനിച്ചിട്ട് ഒരിടത്തും അതങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത രീതിയിലാക്കണം. അതിന് ക്രിസ്ത്യൻസിനെ എന്തിനാണ് വെച്ചിരുന്നത്? ക്രിസ്ത്യൻസ് ആവശ്യപ്പെട്ടിട്ടൊന്നല്ല ഇത് ചെയ്തത്. ഇത് ക്രിസ്ത്യൻസ് അവർ ചെയ്തതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതിനടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളി ഈ അത് ക്ഷേത്രത്തിനകത്തൊന്നും അല്ല നടന്നത്, പുറത്താണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അവര് അത് ചെയ്യാൻ വേണ്ടി അവർക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, അതുമായിട്ട് സഹകരിച്ചു. അതിന്റെ ഒരു നന്ദി പ്രകാശമായിട്ട് ആ ക്ഷേത്ര ഭരണസമിതിയുടെ അംഗീകാരത്തോടു കൂടിയാണ് ഈ ട്രൂപ്പ് ചെയ്തത്. മനസ്സിലായില്ലേ? അല്ലാതെ ആരും ഇടിച്ചു കയറി ചെയ്തതോ അല്ലെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് പുറകിൽ കൂടെ ചെയ്യിപ്പിച്ചതോ ഒന്നുമല്ല. സോ അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യുന്നതിന് പകരം അത് ഭയങ്കര രൂക്ഷമായി ആളിക്കത്തിച്ച ഒരു രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പൊ അതിനകത്ത് വേറെ ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ മോഹൻദാസ് ഒക്കെ പറഞ്ഞ ഈ ആചാരത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഈ കേരളത്തിലെ ക്രിസ്ത്യാനികള് എന്ന് പറഞ്ഞാൽ 2000 വർഷം പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഓക്കെ, അതായത് യൂറോപ്പിൽ ക്രിസ്ത്യാനിറ്റി എത്തുന്നതിന് മുമ്പേ കേരളത്തിൽ ക്രിസ്ത്യാനിറ്റി എത്തിയെന്നാണ്. അത് ഇമിഗ്രൻസ് ഒന്നുമല്ല, അത് അവിടുന്ന് ഇങ്ങോട്ട് വന്ന് കുടിയേറി പാർത്തവരൊന്നുമല്ല. അവിടെ വന്നിട്ട് വിശ്വസിക്കുന്നത് സെന്റ് തോമസ് ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാരെ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യൻസ് ആക്കി എന്നുള്ളത്. അപ്പൊ ഇത് പലരും ഇതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിനെന്താണ് സാങ്ക്ടിറ്റി, ഇതിന്റെ ക്രെഡിബിലിറ്റി എന്താണ്, ഇതിനെന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ, ഇത് വെറുതെ കള്ളക്കഥയാണെന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത ഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും അല്ലാത്ത ഇടങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളെ നമുക്ക് പ്രത്യേകിച്ച് അതിനുള്ള ഒരു പ്രൂഫോ ഒതന്റിസിറ്റിയോ ഒന്നുമില്ല. എല്ലാം ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ചില ചില നിഗമനങ്ങളുടെ ഒക്കെ പുറത്താണ് ഇതൊക്കെ പോകുന്നത്. അല്ലാതെ ഇതിനൊന്നും ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു പ്രൂഫ് ഒന്നും ഇല്ല. മനസ്സിലല്ലേ? പക്ഷെ എന്തായാലും ഒരു കാര്യമുണ്ട്, വോട്ടേഴ്സുകാർ ഇവിടെ വരുന്നതിന് മുമ്പേ
ഇവിടെ ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്നു. അത് വളരെ ചരിത്രപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പോർട്ടുഗീസുകാർ ഇവിടെ വന്ന് ഇവിടെ ക്രിസ്ത്യാനികളുണ്ടെന്ന് കാണുകയും അത് വളരെ കാലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നതാണെന്നും അവരുടെ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതും അത് നടക്കാതെ വന്ന് അങ്ങനെ ഗോവയിൽ പോയതും ഒക്കെ നമുക്ക് അത് ചരിത്രപരമായിട്ടുള്ള സാധനം. അതിനൊക്കെ പിന്നെ എന്താ പറയുക, റെക്കോർഡുകളും പ്രൂഫുകളും ഒക്കെ ഉള്ള ഇതാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തില് ഈ ക്രിസ്ത്യൻസ് എന്തുകൊണ്ടാണ് പിന്നെ അല്ലെ ഈ ഹിന്ദുസിന്റെ ഇത് കോപ്പി അടിക്കുന്നതൊക്കെ പറയുന്നത്. ഇപ്പം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ പിന്നെ ഈ സംഘപരിവാർ ആൾക്കാരും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, മുസ്ലിങ്ങളോട് ചോദിക്കുന്ന, അവര് അറബിക് രീതിയിലാണ് ജീവിക്കുന്നത്, ആ ഭാഷ സംസാരിക്കുന്നു, ആ ലിപി ഉപയോഗിക്കുന്നു, അതുപോലെ വസ്ത്രം ധരിക്കുന്നു, അതുപോലെ അവരുടെ ഫുഡ് കഴിക്കുന്നു, അവയ ധരിക്കുന്നു, അടുത്തോട്ട് കൊണ്ട് മനസ്സിലായില്ലേ, അവരൊരു ഐഡന്റിറ്റി പ്രത്യേകമായിട്ട് ചെയ്ത് കേരളത്തിന്റെ അല്ലെ ഇന്ത്യയുടെയോ സംസ്കാരമായിട്ട് വളരെ ഇഴുകിച്ചേരാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്ന ആ ആൾക്കാർ തന്നെയാണ് ഇപ്പൊ ചോദിക്കുന്നത് ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ലോക്കൽ കസ്റ്റംസും റിച്വൽസുമായിട്ട് അല്ലെ അതിനെ കോപ്പി അടിച്ച് അല്ലെ അതിനെ സാംശീകരിച്ച് അതിനെ ഇൻബൈവ് ചെയ്ത് പോകുന്നത്, അല്ലെ അതുമായിട്ട് അഡോപ്റ്റ് ചെയ്ത് പോകുന്നത് എന്നൊരു ചോദ്യം ഒരു വിരോധാഭാസം തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പം അതിന്റെ കാരണം ഈ പറഞ്ഞ പോലെയാണ്. വളരെ വർഷങ്ങളായിട്ട് കേരളത്തിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികള് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഹിന്ദുസ് കൺവേർട്ട് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള അത് തന്നെയല്ല, അന്നത്തെ കാലത്ത് പറയുന്നതനുസരിച്ചിട്ട് ഈ അന്ന് ഉണ്ടായ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് സവർണ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് അംഗീകരിക്കുകയും സവർണർക്ക് മാത്രമായിട്ടുള്ള ചില അവകാശങ്ങൾ, അതായത് പല അവകാശങ്ങളും ഇവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ആ ആചാരങ്ങളൊക്കെ അവർ പിന്തുടർന്നുകൊണ്ട് പോയി. അല്ലെങ്കിൽ തന്നെ ഇത്രയും വർഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ജനത ഇവിടുത്തെ ലോക്കൽ കസ്റ്റവുമായിട്ട് പൊരുത്തപ്പെട്ട് അല്ലെ അത് സാംശീകരിച്ച് അത് അഡാപ്റ്റ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത മോശം കാര്യങ്ങളൊന്നും അല്ല. അതിനെന്തിനാ ഇത്ര ഇത് ചെയ്യുന്നത്? ഇത് ക്രിസ്ത്യൻസ് എവിടെങ്കിലും പോയി അടിച്ചേൽപ്പിക്കുന്നതല്ലല്ലോ. അല്ലെങ്കിൽ വേറൊരാൾക്ക് ഇപ്പൊ ക്രിസ്ത്യൻ ട്രഡീഷൻസ് അല്ലെ കൾച്ചറൊക്കെ ഹിന്ദുസിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് പോലെ അല്ല. അവര് ക്രിസ്ത്യൻസ് ഹിന്ദുസിന്റെ പിന്നെ ചില ചടങ്ങുകളും ആചാരങ്ങളും ഒക്കെ സംശയിച്ചത്. അതിനകത്ത് എന്ത് തെറ്റാണ്, അത് എന്താണ് ഹിന്ദുസിന് അതുകൊണ്ടുള്ള നഷ്ടം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലേ? അപ്പം അതാണ് ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു സംഭാഷണത്തിലേക്ക് പോയതാണ് ഇതിന്റെ പ്രശ്നം. ഇപ്പൊ ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് അതല്ലാതെ തന്നെ അത് വളരെ മര്യാദയ്ക്ക് അവരുടെ കമ്മ്യൂണിറ്റി, ഹിന്ദുസിന്റെ കമ്മ്യൂണിറ്റി അവരുടെ ഇത് സംസാരിച്ച് ഇങ്ങനെ അവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു, അല്ലേ? അതെ അതെ. അപ്പോ ആക്ച്വലി ശരിക്കും ഇതിന്റെ പിന്നില് ഇപ്പൊ ഇങ്ങനെ ഒരു ചെറിയൊരു സംഭവം, അത് ഈ പറഞ്ഞ പോലെ അതിന്റെ കമ്മിറ്റി അംഗങ്ങളോ ആരാണെന്ന് വെച്ചാൽ ഇത് ചർച്ച ചെയ്ത് അവരുടെ ഇടയിൽ തന്നെ ഇത് സോൾവ് ചെയ്യാവുന്നതായ പ്രശ്നം ഇത്രയും വലുതാക്കി കൊണ്ടുവന്നതിന് ഇതിന്റെ പുറകിൽ എന്തെങ്കിലും മറഞ്ഞു കിടക്കുന്നതായ സംഭവങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? എന്താണത്? ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ ആ ഒരു ക്ഷേത്രത്തിലെ സംഭവം അവിടെ തീർക്കാന്നുള്ള അത് കഴിഞ്ഞു പോയി. ഞാൻ പറഞ്ഞത് കേരളത്തിൽ വേറെ ഇതുപോലെ നടക്കുന്ന സംഭവങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ അവർക്കൊരു ഏകദേശ ധാരണ ഉണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതുപോലുള്ള ഇത് ഉണ്ടാകത്തില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻസ് വന്ന് പ്രേരിപ്പിച്ചോ ഫോഴ്സ് ചെയ്തോ ഒന്നും ചെയ്യിപ്പിച്ച കാര്യമല്ല. അത് ക്രിസ്ത്യൻസിനെ എന്തിനാണ് ഇതിനകത്ത് കൾപ്രിറ്റ് ആക്കുക എന്നുള്ളതാണ് അതാണ് എനിക്ക് മനസ്സിലായത്. പിന്നില് ഞാൻ ചോദിച്ചത് തന്നെ, അതായത് ഇങ്ങനെ ക്രിസ്ത്യൻസിനെ കൾപ്രിറ്റ് ആക്കുന്നതിന്റെ പിന്നില് എന്തെങ്കിലും ദുരുദ്ദേശമോ സതുദ്ദേശമോ വല്ലതും ഉണ്ടോ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ കേരളത്തിൽ നമ്മളൊക്കെ ജനിച്ചു വളർന്ന സ്ഥലത്ത്, ഞാനൊക്കെ ജനിച്ചു വളർന്നിടത്ത് ആ സ്ഥലത്ത് ഞങ്ങള് ഹിന്ദുസും ക്രിസ്ത്യൻസും ഒക്കെ ഒന്നിച്ച് ഒരു അടുത്തും അയൽവക്കമായിട്ട് താമസിച്ച രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അന്നൊക്കെ എല്ലാ ഉത്സവങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആഘോഷിക്കുകയും കൈമാറി. ഇപ്പൊ ഞാൻ ഓണം എന്ന് പറയുന്നത് നമ്മള് എല്ലാ മതക്കാരും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു മതമാണ്, ഒരു ഉത്സവമാണത്. സെക്കുലർ ഉത്സവം എന്ന് പറയും. അതിപ്പം ഇപ്പോഴത്തെ പുതിയ BJPയും ഈ സംഘപരിവാറും ഒക്കെ അതൊരു ഹിന്ദു ഉത്സവമാണ്, മറ്റുള്ളവരത് ആഘോഷിക്കാൻ പാടില്ല, അതൊരു സെക്കുലർ അല്ല എന്നും ഈവൻ അതിനെ ഒരു വാമന ജയന്തിയായിട്ട് മാറ്റാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. ഞാനിപ്പം കേട്ടിട്ടുണ്ട് ഓണം ഒരു ഹിന്ദു ഫെസ്റ്റിവലാണ്.
അതെന്തിനാ മറ്റുള്ളവർ ആഘോഷിക്കുന്നതെന്ന് വരെയുള്ള ചോദ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനേക്കാളും അന്ന് പോലെ ഒരു ഹിന്ദു ഫെസ്റ്റിവലായിട്ട് വിഷു ഒക്കെ നമ്മളന്ന് ആഘോഷിക്കുമായിരുന്നു. നമ്മൾ കൈനീട്ടം കൊടുക്കും. അതുപോലെ ഞങ്ങളുടെ നാട്ടിൽ വിഷുവിന് ഭയങ്കര ഉത്സവമുണ്ട്, അതിനൊക്കെ ഞങ്ങൾ പങ്കെടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ ക്രിസ്മസും ന്യൂ ഇയർ ഈസ്റ്ററും ഒക്കെ വരുമ്പോഴൊക്കെ അന്യോന്യം എല്ലാം നമ്മള് ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മൾ വളർന്നത്. അപ്പൊ ഇന്നൊക്കെ ഈ സ്പർദ്ധ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിൽ ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കുന്ന കാണുമ്പോൾ ഭയങ്കര അതിശയമാണ് തോന്നുന്നത്. അപ്പൊ അതിന്റെ ഞാനൊരു കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒരു, ഞാൻ പേരെടുത്ത് തന്നെ പറയാം, ബി ജെ പിക്ക് ഇതിനകത്ത് നല്ലൊരു പങ്കുണ്ട്. കാര്യം ബി ജെ പി നോർത്ത് ഇന്ത്യയിൽ എന്താണ് ചെയ്തത്? അവര് ഹിന്ദുസിനെ കൺസോൾട്ടേറ്റ് ചെയ്യുമായിരുന്നു. മനസ്സിലായില്ലേ? കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പം ബി ജെ പിയിലുള്ള ബ്രാഹ്മിൻസ് അല്ലാത്ത ഷെഡ്യൂൾഡ് കാസ്റ്റുകളെയും ദളിത്സിനെയും ട്രൈബൽസിനെയും എല്ലാം കൺസോൾട്ടേറ്റ് ചെയ്ത് അവരുടെ കൊടക്കയിൽ കൊണ്ടുവന്ന് വോട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ് അവർ ചെയ്തത്. അപ്പൊ അത് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ അത് നടക്കുന്നില്ല. കാര്യം അവിടെ ഇപ്പം ഇവരുടെ ബി ജെ പിയുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ 15% എന്ന് പറയുന്നത് മോസ്റ്റ്ലി സവർണ ഹിന്ദുസ് അല്ലെങ്കിൽ നായർസും പിന്നെ കുറച്ച് അല്ലാത്ത ഹിന്ദുസും ആണ് ഉള്ളത്. മനസ്സിലായി? അപ്പൊ അവര് കുറച്ചുപേര് കോൺഗ്രസിലും കുറച്ചുപേര് പിന്നെ CPM-ലും ഒക്കെ ആയിട്ട് വിതറിക്കിടക്കുകയാണ്. അപ്പൊ അവര് കൺസോൾട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ കൺസോൾട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ വികാരം ആളിപ്പടത്തണം. അതായത് ഇവിടെ പിന്നെ മുസ്ലിംസ് ഇത് കുറച്ചു വർഷത്തിനകം ഇത് കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാവും എന്ന് അത് ഒരു രീതിയിൽ അത് ഒരു ചില എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് ഇസ്ലാം പോപ്പുലേഷൻ കൂടുകയും മറ്റേ ഹിന്ദുസിന്റെയും ക്രിസ്ത്യൻസിന്റെയും ഒക്കെ കണ്ടമാനം കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കറിയാം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യൻസ് ആയിരുന്നു മുസ്ലിങ്ങളെയൊക്കെ കൂടുതൽ. ഇപ്പൊ അത് ക്രിസ്ത്യൻസ് 18%, അവര് 26-28%. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ആ ഒരു ഇപ്പം ചില ഡിസ്ട്രിക്റ്റുകളിലൊക്കെ ഉള്ള പിന്നെ ഈ ഡെമോഗ്രാഫിക് ചേഞ്ച് അല്ലെങ്കിൽ ഈ പോപ്പുലേഷൻ ഗ്രോത്ത് ഒക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പം അത് അതിനകത്തൊരു സത്യം ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഭയപ്പെടുത്തി മറ്റുള്ള മതക്കാര് ക്രിസ്ത്യൻസ് എല്ലാം അടക്കി വെക്കുന്നു, അവർക്ക് എല്ലാം ചെയ്യുന്നു. പിന്നെ അങ്ങനെ ഓരോന്നും മുസ്ലിം സോ എല്ലാ ഹിന്ദുസിനെയും ഭയപ്പെടുത്തി, അതായത് ക്രിസ്ത്യൻസും മുസ്ലിംസും കൂടെ അവരെ വിഴുങ്ങുകയാണ്, അല്ലെ അവർക്ക് തെറ്റാണ്, അല്ലെ അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇവരെക്കാരാണ് എന്ന് പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് ഹിന്ദുസിനെയും പിന്നെ ഇത് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അവരുടെ കൾച്ചർ ഇവിടെ അപകടത്തിലാവുന്നു. ഇപ്പം ഈ ഭജനത്തിനകത്ത് ക്രിസ്ത്യൻ പാട്ട് പാടിയിട്ട് അവരുടെ ട്രഡീഷനെയും അവരുടെ ഇതിനെയൊക്കെ നശിപ്പിക്കുന്നതാണ് ഹിന്ദുസ്. മനസ്സിലല്ലേ? ആ ഒരു രീതിയില് ആൾക്കാരെ ഭയപ്പെടുത്തി ഭീഷണി ഒരു വല്ലാത്തൊരു അവസ്ഥയിലാക്കി എടുക്കുക എന്നുള്ള ഒരു ഇതാണ്. അതാണ് ഈ പറഞ്ഞത്. പിന്നെ അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടെ, ക്രിസ്ത്യൻസിനോട് ഭയങ്കര സ്നേഹം കാണിച്ചിട്ട് ഇപ്പൊ ഓൾ ഓഫ് എ സഡൻ ഈ സംഘപരിവാർ ആൾക്കാർക്കും BJP-ക്കാർക്കും ഒരു വലിയ ദേഷ്യമായി പോയതിന്റെ കാരണം ഈ സുരേഷ് ഗോപി ജയിച്ചത് ക്രിസ്ത്യൻസിന്റെ വോട്ടുകൂടെ കിട്ടിയത് കൊണ്ടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, BJP-ക്കും അറിയാം. പക്ഷെ BJP സമ്മതിക്കത്തില്ല. അതുപോലെ തന്നെ ഈ ക്രിസ്ത്യൻസിന്റെ വോട്ട് ഈ പ്രാവശ്യം കിട്ടിയിട്ട് അവർക്ക് കുറെ സീറ്റുകൾ പിടിക്കാവുന്ന ഒരു മോഹം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് BJP ഒരു മണ്ടത്തരം കാണിച്ചത്. അവർ ഭയങ്കര സ്മാർട്ടാണെന്ന് വിചാരിച്ച് മണ്ടത്തരം കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ FCRA അമെന്റ്മെന്റ് ബില്ല് ആ സമയത്താണ് അവർ കൊണ്ടുവന്നത്. മനസ്സിലായില്ലേ? അത് കൊണ്ടുവന്ന ടൈമിങ്. അപ്പൊ അത് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം ഞങ്ങൾ നേരത്തെ FCRA അമെന്റ്മെന്റിനെ പറ്റിയുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ട്രിക്കായിരുന്നു. അതായത് ഇത് കൊണ്ടുവന്നു, നിങ്ങൾ വോട്ട് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ അത് ചെയ്യത്തില്ല, പാസ്സാക്കത്തില്ല, അല്ലെ അതിനെ ഡയലൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങള് പണി തരും എന്നുള്ള മട്ടം. അതാണ് എല്ലാവരും പറഞ്ഞു. ഇപ്പം ഈ BJP-ക്കാർ പറയുന്നുണ്ട് അവര് ചെയ്തില്ല, അവര് നമ്മളെ കളിപ്പിച്ചു, ബാക്ക് സ്റ്റാബ് ചെയ്തു, അവർക്ക് പണി കൊടുക്കണം. ഈ FCRA അമെന്റ്മെന്റ് ബില്ല് ക്രിസ്ത്യൻസിനെ മാത്രം ഉദ്ദേശിച്ചൊന്നും അല്ല, എല്ലാവരെയും ഉദ്ദേശിച്ചാണ്. പക്ഷെ അത് ക്രിസ്ത്യൻസിനെ ഉദ്ദേശിച്ചാണെന്നുള്ള രീതിയിൽ BJP ഒരു നരേറ്റീവ് ഉണ്ടാക്കി. മനസ്സിലല്ലേ? ഈ മെത്രാന്മാരെ കൊണ്ടും ബിഷപ്പുമാരെ കൊണ്ടും കുറെ വർത്തമാനങ്ങൾ പറയിപ്പിച്ച് അതങ്ങനെ ഇതാക്കി. മനസ്സിലല്ലേ? അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ ഈ ഭജൻസ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പിന്നെ അതും കൂടെ നാളിക്കെത്തിക്കും എന്ന് പറഞ്ഞാൽ ഇവർക്ക് എങ്ങനെങ്കിലും, അതായത് ക്രിസ്ത്യൻസിനോടുള്ള വിരോധം, അതായത് നിങ്ങൾ ഞങ്ങളെ വിധി ചെയ്തു, ഇവര് ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ഇവർക്ക് ഈ ഹിന്ദുസ് പിന്നെ BJP ആക്ച്വലി ക്രിസ്ത്യൻസിനെ
എന്താണ് ചെയ്തിട്ടുള്ളത്, എന്ത് പിന്നെ ബെനിഫിറ്റ് അല്ലെ എന്ത് ഗുണം ചെയ്തു എന്നാണ് അവർ അവകാശപ്പെടുന്നത് ബാക്ക് സ്റ്റാബ് ചെയ്യാൻ, അതിന് പ്രതിഫലം കൊടുത്തില്ല. ഏഹ് അപ്പൊ ഒരു ഇതില്ല. അപ്പൊ ചുരുക്കത്തിൽ ഇതാണ്, അവർക്ക് അവർക്ക് ക്രിസ്ത്യൻസിന്റെ വോട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് വോട്ട് ചെയ്തില്ല എന്നുള്ള ദേഷ്യമാണ് ഇപ്പൊ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ക്രിസ്ത്യൻസുമായി ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഇന്നും നാളെയും ഒക്കെ, അതായത് അവർ പറയുന്ന ഒരു ഇതെന്താന്ന് വെച്ചാൽ, ക്രിസ്ത്യൻസ് ചെയ്തില്ലല്ലോ, പണി തരും ഞങ്ങള്, FCR തരും, ഇത് തരും, ഇനി ഓരോ കാര്യങ്ങളും നോക്കണം ഫ്യൂച്ചറിലെ ക്രിസ്ത്യൻസുമായി ഇൻവോൾവ് അല്ലെ ക്രിസ്ത്യൻസുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ മറ്റുള്ള നോർത്ത് ഇന്ത്യയിലും ഒക്കെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. കേരളത്തിൽ അത് ഇത്ര ഈസി ആയിട്ട് നടക്കുന്നെങ്കിലും ഇനി എല്ലാ കാര്യങ്ങളും വിവാദം ഉണ്ടാക്കുകയും അതൊരു വലിയ വിഷ്വലാക്കുകയും മനസ്സിലായി അങ്ങനെ സെൻട്രൽ ഗവൺമെന്റിനെ കൊണ്ട് ക്രിസ്ത്യൻസിന് അഗൻസ്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ, നിയമങ്ങളൊക്കെ കൊണ്ടുവരാനും ഒക്കെ ട്രൈ ചെയ്യും ഒക്കെ ചെയ്യുമെന്നുള്ളൊരു സത്യമാണ്. പക്ഷേ കുറെ 10,000-2000 വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്ന ഒരു ജനതയാണല്ലോ ഈ കേരളത്തിലുള്ള ക്രിസ്ത്യൻസ്. അപ്പം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാല് നമുക്ക് ഈ BJP പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഹിന്ദുക്കളോ ഇവരൊക്കെ നല്ല തിക്കായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിൽ പോകുന്ന ആൾക്കാർ തന്നെയാണ്. ഈ നമ്മൾക്ക് നാട്ടിലൊരു പ്രോബ്ലം ഉണ്ടായിട്ട് ഞങ്ങളോടൊപ്പം നിന്നത് BJP-ക്കാരാണ്. അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സുകള് നോക്കിയാൽ നല്ലൊരു ശതമാനം ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിനേക്കാൾ ഹിന്ദുസ് തന്നെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്സും. അതേപോലെ നമുക്ക് എന്തുമാത്രം ഫ്രണ്ട്സും അല്ലാത്ത നമ്മുടെ നൈബേഴ്സും അല്ലാത്തവരും ഒക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലും മറ്റുള്ള പല സ്ഥലങ്ങളിലും ഉണ്ട്. അവരൊക്കെ പല സമയത്ത് ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ ഹിന്ദുസ് ആയിട്ടുള്ള ഫ്രണ്ട്സുകളാണ് ഞങ്ങളോടൊപ്പം ജോലി സ്ഥലങ്ങളിലായാലും മറ്റുള്ള സ്ഥലങ്ങളിലും. അത് ഇതല്ല നോർമൽ ഹിന്ദു. നമ്മളിത് പറയുമ്പോൾ ഞങ്ങൾ BJP-യെ പറ്റിയാണ് അല്ലെ സംഘപരിവാറിനെ പറ്റിയാണ് പറയുന്നത്. ഈ BJP എന്ന് പറയുമ്പോൾ നോർമൽ ആയിട്ടുള്ള BJP-ക്കാരെ പറ്റി അല്ല ഞങ്ങൾ പറയുന്നത്. ചില ഈ ബ്രെയിൻ വാഷ്ഡ് ആയിട്ടുള്ള ഭയങ്കര അതിതീവ്രമായ ഹിന്ദുത്വം, മറ്റ് മതക്കാരോട് വിദ്വേഷവും പുലർത്തുന്ന ഒരു പുതിയൊരു ജനറേഷൻ ഉണ്ട്. എസ്പെഷ്യലി ഇപ്പം ഈ പാസ്റ്റ് കണ്ടിട്ടില്ലാത്ത ഇപ്പം പുതിയ തലമുറ, അതായത് അല്ലെങ്കിൽ നമ്മള് ഈ BJP ഭരണം പിടിച്ചതിന് ശേഷം പ്രായമായവരോ ജനിച്ചവരോ ആയിട്ടുള്ള മനസ്സിലല്ലേ ഐ മീൻ വളർന്നു വന്നിട്ടുള്ള ആ ജനത, അവരൊക്കെ അവർക്കൊന്നും പാസ്റ്റും ഇവിടെ എന്താണിരുന്നത്, ഇവിടെ എന്തൊരു ഹാർമണിയിൽ ആൾക്കാർ ജീവിച്ചതെന്നും അറിയാൻ വയ്യാത്ത ഒരു ജനത അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. തീവ്ര ഹിന്ദുത്വം അല്ലെ തീവ്ര BJP-കള്. അല്ലാതെ നമ്മുടെ നോർമൽ സാധാരണ ഹിന്ദുസ് ഒക്കെ നമ്മളുടെ എന്തോ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് എന്തുമാത്രം ആൾക്കാര് നമ്മളായിട്ട് സഹായിക്കുന്നു. അല്ലെ അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഈ BJP തന്നെ നോർമൽ എത്ര ആൾക്കാർ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആവശ്യങ്ങൾ വന്നപ്പോഴൊക്കെ പലപ്പോഴും BJP-ക്കാരും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളോടൊപ്പം നിന്ന് BJP-ക്കാർ തന്നെയാണ്. അതെ. പിന്നെ നമ്മളുടെ കേരളം അല്ലെങ്കിൽ മതേതരത്വ രാജ്യം എന്നല്ലേ പറയപ്പെടുന്നത്. ഈ മതം കൊണ്ട് ആക്ച്വലി ഉദ്ദേശിക്കുന്ന മതം അതിന്റെ പേരിൽ ഈ സ്പർദ്ധ ഉണ്ടാക്കുന്നതുകൊണ്ട് എന്താണ് ഇതിനകത്തെ ബെനിഫിറ്റ്? ഇതെല്ലാം കാണുന്നുണ്ടോ? ഞാൻ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. വെറുതെ നമുക്ക് കുറച്ച് രോഗം ഉണ്ടാകും, ടെൻഷൻ ഉണ്ടാകും, ആ മനുഷ്യന്റെ ഇടയിലുള്ള സ്നേഹം ഇല്ലാതാകുന്ന അവസ്ഥ, അതാണ് ഞാൻ കാണുന്നത്. ഇതിപ്പം ഈ പറഞ്ഞ പോലെ ഈ മതം, ഞാൻ ഈ ആക്ച്വലി കാർൽ മാർക്സിന്റെ ഈ ഒരു കാര്യത്തില് വളരെ കാർൽ മാർക്സ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഭയങ്കരമായിട്ട് അംഗീകരിക്കുന്നത്, മതം മനുഷ്യനെ മയക്കുന്ന മയക്കുമരുന്നാണ്. കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബൽ ലെവലിലായാലും അല്ലാതെ നമ്മുടെ രാജ്യാന്തര രംഗത്തിലെ ഒരു രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ എല്ലായിടത്തും അങ്ങ് ഡിവിഷൻസ് ആണ്. അപ്പോ എല്ലാ മതങ്ങളിലും ആ മതങ്ങൾ തമ്മിൽ പ്രശ്നങ്ങള്, മതങ്ങൾക്കകത്ത് ഉള്ള പല ഡിവിഷൻസ് തമ്മിലുള്ള പ്രശ്നങ്ങള് മനസ്സിലായി. ഇങ്ങനെ ഇപ്പം ക്രിസ്ത്യൻസ് നോക്കിക്കഴിഞ്ഞാല് അവിടെ എന്തെല്ലാം ചില സഭകൾ തമ്മില് അടിയും വഴക്ക്, അല്ലെങ്കിൽ അങ്ങനെ എല്ലായിടത്തും ഇപ്പം സുന്നികളും ഷിയാസും തമ്മിലുള്ള പ്രശ്നങ്ങള്, ഹിന്ദുസിൽ തന്നെ ബ്രാഹ്മിൻസ് പിന്നെ ഈ കൺസോൾട്ടേഷൻ ഒക്കെ നടത്തിയെന്ന് പറയുമ്പോഴും ബ്രാഹ്മിൻസ് ഈ റിസർവേഷനെതിരാണ്. അപ്പം ഈ റിസർവേഷൻ ഉള്ള SC ST ഇവരുടെ എല്ലാം വോട്ടുകളോട് പിടിച്ചിട്ടാണ് ഈ BJP അധികാരത്തിൽ വന്നെങ്കിലും അതിനകത്ത് ആ ബ്രാഹ്മിൻ
ഒരു ഇതൊരു ഇതുണ്ടല്ലോ, ആ ഒരു ഡോമിനൻസ് അവര് പിന്നെ മറ്റുള്ളവരെ ഒന്നും അംഗീകരിക്കത്തില്ല. വോട്ടിന് വേണ്ടി അവർ കൺസോൾട്ടേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ എല്ലായിടത്തും ഡിവിഷൻസ് ഉണ്ട് മതങ്ങൾ തമ്മില്, മതങ്ങൾക്കകത്ത് ഇത്. എന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവർ നേടുന്നത്? ഇപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചത്, ഈ ആധുനിക മനുഷ്യൻ, മോഡേൺ മനുഷ്യന് 65,000 എന്നോട് അടുത്ത ഇയേഴ്സിന്റെ ഏജ് ഉണ്ട്, അല്ലെങ്കിൽ അത്രയും ഓൾഡാണ് മനുഷ്യൻ. അപ്പം നമ്മളിപ്പം ഇപ്പം ഇപ്പൊ ചിലർ ചോദിക്കും, ക്രിസ്ത്യാനിറ്റി 2000 വർഷമേ ഉള്ളല്ലോ, ഞങ്ങള് ഹിന്ദുസ് 5000 ഉണ്ട് എന്നൊക്കെ പറയും. ശരിയായിരിക്കും. ഇപ്പൊ ക്രിസ്ത്യാനിറ്റി 100,000 വർഷമേ ഉള്ളൂ. പക്ഷെ ക്രിസ്ത്യാനിറ്റിയുടെ ലെഗസി നോക്കിക്കഴിഞ്ഞാൽ അത് ജുഡൈസിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, ജൂതമതത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതിന് പറഞ്ഞ പോലെ ഒരു 5000 വർഷത്തിലോ 6000 വർഷത്തിന്റെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിന്റെ ലെഗസി അത്രയും ഉണ്ട്. കാര്യം ക്രിസ്ത്യൻസിന്റെ ഈ പുതിയ പഴയ നിയമം എന്ന് പറയുന്നത് പിന്നെ ജൂസിന്റെ പല ഹിസ്റ്ററികളുമായിട്ടും അവരുടെ മതഗ്രന്ഥത്തിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ചരിത്രങ്ങളും എല്ലാം ഇതിനകത്ത് ഓൾമോസ്റ്റ് സിമിലർ ആണ്, തോറായിക്കകത്ത്. അപ്പം അതാണ് അതിന്റെ ലെഗസി. ഇപ്പൊ നമ്മൾ അത് പറയുമ്പം ഹിന്ദുയിസം ആക്ച്വലി 5000 വർഷം 6000 വർഷം ഉണ്ടാവാം, നമുക്കൊരു 10,000 വർഷം തന്നെ എടുക്കാം. അപ്പോഴും ഒരു ചോദ്യമുണ്ട്, ഈ 10,000 വർഷം മുമ്പ് എന്തായിരുന്നു ഈ ജനതയൊക്കെ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നത്, ഇപ്പൊ നമ്മളിപ്പോ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ജനങ്ങള് അതിന് മുമ്പ് എന്തായിരുന്നു? അപ്പൊ അതിനു മുമ്പ് അവർക്ക് മതം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർ എന്ത് വാങ്ങിച്ചിട്ടാണ് അവർ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് വന്നത്? അപ്പൊ അതിന് ഈ ക്രിസ്ത്യൻസിനെയൊക്കെ പറഞ്ഞ റൈസ് ബാഗ് വാങ്ങിച്ചിട്ടാണോ, വീറ്റ് ബാഗ് വാങ്ങിച്ചിട്ടാണോ, എന്ത് വാങ്ങിച്ചിട്ടാണോ വന്നത്? അങ്ങനെ ഉള്ള ചോദ്യങ്ങൾ. അതിനു മുമ്പ് അവർക്ക് എന്തായിരുന്നു അവരുടെ സിവിലൈസേഷൻ, അവരുടെ വിശ്വാസം എന്തായിരുന്നു, അവരുടെ ആചാരങ്ങൾ എന്തായിരുന്നു? അവര് നേച്ചറിനെയാണ് അന്ന് ചെയ്തിട്ടുള്ളത്. അത് ഹിന്ദുസം വരുന്നതിന് മുമ്പുള്ള ആൾക്കാർ മാത്രമല്ല, ഇപ്പം ഈ പറഞ്ഞ പോലെ ജൂതൈസം വരുന്നതിന് മുമ്പുള്ള ആൾക്കാരും മറ്റുള്ള എല്ലാ മതത്തിനു മുമ്പും, ജൈന മതമായാലും ബുദ്ധമതമാണ്, ഇതൊക്കെ പഴയ ഇതാണ്. ഇതൊക്കെ വരുന്നതിന് മുമ്പേ ആൾക്കാര് പിന്നെ ആരാധിച്ചുകൊണ്ടിരുന്നത് നേച്ചറിനെയാണ്. അത് പിന്നാണ് മനുഷ്യന് ഓരോ കാലങ്ങളിൽ ഓരോ ദേശത്തിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് ഓരോ ഇത് കണ്ടു പിന്നെ ഓരോ മതങ്ങളും ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇപ്പൊ ഹിന്ദുയിസം മതം എന്ന് പറഞ്ഞാൽ, ഹിന്ദുയിസം എന്നുള്ളത് തന്നെ വളരെ അടുത്തുള്ള കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു ടേമാണ്. അതിന് മുമ്പ് സനാതന ധർമ്മം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അങ്ങനെയുള്ള ഒരു ഇതില് എന്തിനാണ് ഈ 70, 80, 90 വർഷം മാത്രം ജീവിക്കുന്ന മനുഷ്യൻ ഈ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മതത്തിന്റെ പേരിൽ വഴക്കുണ്ടാക്കി, സ്വാർത്ഥയുണ്ടാക്കി, വെറുപ്പുണ്ടാക്കി, വയലൻസ് ഉണ്ടാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഇതുകൊണ്ട് നേടുന്നത്? മനുഷ്യന് 70, 80 വർഷം സന്തോഷമായിട്ട് ജീവിച്ച് സഹവർത്തത്തോടു പോകുന്നതിനാൽ എന്തൊക്കെയാണ് ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്? ഇത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനേക്കാൾ എന്ത് കൾച്ചറുള്ള ആണ് ശരിക്കും പറഞ്ഞാൽ വൈൽഡ് ആനിമൽസ്. എനിക്ക് തോന്നുന്നില്ല അവരെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു സിംഹത്തിന്റെ ഇടയിൽ അവർ തമ്മിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. അവര് വേട്ടയാടി അവരുടെ ഇരയെ നേടി വേട്ടയാടി ജീവിക്കാൻ വേണ്ടി അവര് ഭക്ഷണത്തിന് ചെയ്യുന്നതല്ലാതെ അവിടൊക്കെ ഇതിലും സമാധാനമാണെന്ന് എനിക്ക് തോന്നുന്നത്. ബുദ്ധിയില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് അറിയത്തില്ല. ഇനിയിപ്പോ എനിക്കറിയത്തില്ല. നമ്മളിപ്പോ AI വന്നു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ AI ഇനി ഏത് മതം സ്വീകരിക്കുന്നതാണ്. ഓരോ AI നമ്മളിപ്പോ AI ഉപയോഗിച്ച് റോബോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാല് അവരേത് മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് നമുക്ക് അത് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നവരായിരിക്കും, ഇല്ലേ? അത് ആയിരിക്കും അത് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ എന്നാലും ഈ അതായത് മനുഷ്യനോളം ബുദ്ധിയും മനുഷ്യനോളം അതായത് വിവേകവും ഒക്കെയുള്ള റോബോകൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ജനറൽ AI ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിന് സ്വയമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവും മനുഷ്യനെ പോലെ. ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിൻ ചെയ്തതിന്റെ ബേസിസിലാണ് ചെയ്യുന്നത്. പക്ഷെ സ്വയമായിട്ട് ചിന്തിക്കാനുള്ള കോഗ്നിറ്റീവ് എബിലിറ്റീസ് ഉള്ള AI വരുമ്പം അവരെങ്ങനെയാണ് ഈ മതത്തോടൊക്കെ പ്രതികരിക്കുന്നത്? എനിവേ, മനുഷ്യന് സന്തോഷത്തിന് സമാനമായിട്ടും അന്യോന്യം സഹോദരത്തോടുകൂടി ജീവിക്കുന്നതിന് പകരം ഇങ്ങനെ ചെളിവാരി എറിഞ്ഞ ഓരോ ചെറിയ കാര്യങ്ങൾക്കും ബലം ഉണ്ടാക്കി ഓരോന്നിനും എന്താ പറഞ്ഞ ഒരു വാശി, ഒരു മത്സരം പോലെയാണ് ആക്ച്വലി ഇപ്പം ഈ മതങ്ങൾ തമ്മിലുള്ള ഒരു
അല്ല അത് ഈ ഒരുമാതിരി എല്ലാ മതത്തിലും അതൊക്കെ തന്നെയാണ്. ഞാൻ എല്ലാ മതങ്ങളുടെ കാര്യം പറഞ്ഞു, അത് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. പക്ഷെ എന്തിനാണെന്ന് അറിയത്തില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഇപ്പൊ ഈ പറഞ്ഞതിനകത്ത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ BJPക്ക് എതിരൊന്നും അല്ല. BJPയിൽ ഒത്തിരി ഫ്രണ്ട്സ്, BJPയിൽ വോട്ട് ചെയ്യുന്ന ഒത്തിരി ഫ്രണ്ട്സ് നമുക്കുണ്ട്. ധാരാളം ഹിന്ദുസ് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അതുപോലെ മുസ്ലിം, എല്ലാ മതത്തിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ ഞങ്ങള് ഒരു മതത്തിനും എതിരല്ല, ഒരു പാർട്ടിക്കും എതിരല്ല. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ ഈ പറഞ്ഞത് ആരെയെങ്കിലും ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അതെ അതിനുവേണ്ടിയല്ല ഈ വീഡിയോ ചെയ്തത്. ഒരു വേദന കൊണ്ടാണ്. കാര്യം മേ ബി അത് ഈ ജെൻസിക്കോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള മില്യൻസ് അവർക്കൊന്നും ചിലപ്പോൾ ഇത് മനസ്സിലാകത്തില്ല. പക്ഷെ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക്, ഞങ്ങൾ വളർന്നു വന്ന വഴിയിലെ എന്തൊരു ഹാർമണിയില് അല്ലെങ്കിൽ ജീവിച്ചു പോകുന്ന ഒരു ജനതയിൽ നിന്നും ഇപ്പം നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്തോ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഒരു ഭയങ്കര വിഷമവും പ്രയാസവും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.